കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയ വചനങ്ങൾ ദൈവാത്മാവിൽ തന്നെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും പരിശുദ്ധാത്മാവിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിലെ വെളിപ്പാടുകൾ നമുക്ക് അറിയുവാൻ ഇടയാകും. ഒത്തിരി ആൾക്കാർക്ക് വചനത്തിലെ വസ്തുതകൾ കേൾക്കാനാണ് താല്പര്യം. യേശു ഈ ഭൂമിയിലേക്ക് വന്നതും കർത്താവ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതെല്ലാം സത്യമാണ്. രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വസ്തുതകളായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനാണ് ജനത്തിന് താല്പര്യം. അത് ആവർത്തിച്ചവർക്ക് ലഭിക്കേണ്ടുന്നതിനുമാണ് ജനത്തിന് താല്പര്യം. വസ്തുതകളെക്കാൾ അപ്പുറമായിട്ടുള്ളതാണ് സത്യം എന്ന് പറയും. അല്ലെങ്കിൽ വസ്തുതകൾ പ്രസംഗിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. പക്ഷെ വസ്തുതകൾ കൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം നമുക്കുണ്ടാകും. ആ ചെയ്ത കാര്യങ്ങൾ ആവർത്തിച്ചൊരു പക്ഷേയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാപിക്കാനായിട്ട് കഴിയും. പക്ഷേ സത്യമെന്ന് പറയുന്നത് അതിനപ്പുറത്തെ കാര്യമാണ്. സത്യമെന്ന് പറയുന്നത് വെളിപ്പാടിനാൽ ലഭിക്കുന്നതാണ്. വസ്തുതകളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾക്കപ്പുറമാണ് വെളിപ്പാടിലൂടെ ലഭിക്കുന്നത്. വെളിപ്പാടിലൂടെ ലഭിക്കുന്ന സത്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിത്യജീവന് വേണ്ടി ഒരുക്കുന്നു. വസ്തുതകൾ പറയാനും പഠിപ്പിക്കാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രൂശ് മരണം വരെയും കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ആ വസ്തുതകളെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാട് ലഭിക്കുന്ന ദൈവജനത്തിനാണ് ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അല്ലല്ലോ, ഒത്തിരി ആൾക്കാർ വസ്തുതകൾ കേൾക്കാനും വസ്തുതകൾ പറയാനും പഠിപ്പിക്കാനും താല്പര്യമാണ്. അതാർക്കും സാധ്യമാണ്. പക്ഷെ വെളിപ്പാടിൻ്റെ ആത്മാവ് ആണ് ദൈവത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുന്നത്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ പോലും കർത്താവിനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന് ജീവവൃക്ഷത്തിന്റെ ഫലവും ദൈവം അനുവദിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ സ്വീകരിച്ചത് അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. ഈ രണ്ട് വൃക്ഷങ്ങളും രണ്ട് കാര്യമാണ് കൊടുക്കുന്നത്. ഒന്ന് ജീവൻ, മറ്റൊന്ന് മരണം. അതിൽ മനുഷ്യൻ തിരഞ്ഞെടുത്തത് മരണത്തെ തിരഞ്ഞെടുത്തു. ജീവനെ അവൻ നഷ്ടപ്പെടുത്തി. നിത്യജീവന്റെ കാര്യമാണ്. ദൈവം കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ദൈവം വീണ്ടും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രമാണം കൊടുക്കുന്നു. ആ പ്രമാണം കൊടുക്കുമ്പോഴും ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷം അറിവിന്റെ വൃക്ഷം എന്നുള്ളതുപോലെ പ്രമാണത്തിലും ദൈവം കൊടുത്തത് എന്താണ്? ന്യായപ്രമാണത്തിൽ ദൈവം ജീവനും മരണവും നിന്റെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, ഇതനുസരിക്കുന്നവൻ ഇതിനാൽ ജീവിക്കും, അതനുസരിക്കാത്തവൻ അതിനാൽ ആത്മീയമായ മരണം സംഭവിക്കുന്നു. ശരീരത്തിന്റെ മരണമല്ല, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന സ്പിരിച്വൽ ഡെത്ത്, ആത്മീയ മരണവും. ആ ആത്മീയ മരണത്തിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാവിന്റെ രണ്ടാം മരണം, ആ രണ്ടാം മരണത്തിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യും? അകപ്പെട്ടു പോകും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ജീവനും മരണവുമാണ് എന്ത് ചെയ്തേ? മനുഷ്യന്റെ മുമ്പിൽ വയ്ക്കുന്നത്. ന്യായപ്രമാണത്തിൽ എന്ത് കൊടുത്തു? ജീവനും മരണവും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് വചനത്തിൽ കാണുന്നത് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരികമായി എഴുതപ്പെട്ട വചനത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ യഹൂദനും എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ആ അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു. പക്ഷെ ആത്മാവോ ജീവിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തെ എന്ത് ചെയ്തത്? പൂർണ്ണമായും അനുസരിച്ച്. ആ അനുസരിച്ച ആത്മാവാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. എഴുതപ്പെട്ട അക്ഷരമായ വചനം അക്ഷരികമായി ഏറ്റെടുക്കുന്നതിലൂടെ, അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവത്തിന്റെ വചനം പോലും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ജീവനെ നൽകുന്നില്ല. കാരണം ജീവൻ എവിടെയിരിക്കുന്നു? പരിശുദ്ധാത്മാവിലിരിക്കുന്നു. ആർക്കുള്ള ജീവൻ? നമുക്കുള്ള നിത്യജീവൻ. അപ്പൊ അക്ഷരം കൊല്ലുന്നു, പരിശുദ്ധാത്മാവോ ജീവിപ്പിക്കുന്നു നിത്യജീവനിലേക്ക്. യഹൂദന്മാരുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങിപ്പോവുക മാത്രമല്ല, അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാരും എന്ത് ചെയ്തു? ഇറങ്ങിപ്പോയി. ഈ സത്യസുവിശേഷം അവരോടും പ്രസംഗിക്കപ്പെടേണ്ടിയത്. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്.
പട്ടണം മുഴുവനും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വന്നുകൂടുന്ന ഒരു അനുഭവം. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ അത്ഭുതങ്ങളോ വിടുതലുകളോ കാണുവാനും കേൾക്കുവാനും അല്ല അവർ വന്നുകൂടിയത്, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വന്നുകൂടി. ഗ്ലോറി ടു ഗോഡ്. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട അസൂയ നിറഞ്ഞവര്. വചനം കേൾക്കുവാൻ വന്നുകൂടിയ പുരുഷാരത്തെ കണ്ടപ്പോൾ യഹൂദന്മാർക്ക് അസൂയ നിറഞ്ഞ് അവർ ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. പൗലോസിന് സംസാരിക്കാനുള്ളത് ആത്മാവിൻ്റെ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ നിവൃത്തീകരിക്കപ്പെട്ടതാണ്. പൗലോസിന് എന്ത് ചെയ്യാനുള്ളത്? സംസാരിക്കാനുള്ളത്. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ് ക്രിസ്തു. ക്രിസ്തുവിലൂടെ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? ലഭ്യമാണ് എന്നുള്ളതാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടിട്ട് അവർ വിളിച്ചു പറയുകയാണ്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി. ഇപ്പൊ ദൈവത്തിന്റെ വചനം, നിത്യജീവന്റെ വചനത്തെ യഹൂദജനം എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. യേശുവിനെ തള്ളിക്കളയുന്നു. അതിനനന്തരം അവർക്കുള്ള നിത്യജീവൻ വചനത്തിലൂടെ, വെളിപ്പാടിന്റെ ആത്മാവിലൂടെ അവർ വെളിപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യേശു ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളെ അല്ല അവർ പറയുന്നത്, വചനത്തിലെ നിത്യജീവന്റെ വെളിപ്പാടാണ് അവർ പറയുന്നത്. ആ വെളിപ്പാടിലാണ് ആത്മരക്ഷയ്ക്കുള്ള സത്യം ഇരിക്കുന്നത്. ജനത്തിന് ആവശ്യം എന്താണ്? വസ്തുതകൾ കേട്ട് സന്തോഷിക്കാനാണ് ജനത്തിന് താല്പര്യം. പക്ഷെ വെളിപ്പാടിലൂടെയാണ് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക. ആത്മാവ് ദൈവസഭയോട് സംസാരിക്കും. ആത്മാവുള്ളവർ അതെന്ത് ചെയ്യും? കേൾക്കും. പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് അത് അന്യഭാഷയായി മാറും. സംസാരിക്കുന്ന ഭാഷ മലയാളം തന്നെയാണെങ്കിലും അത് ദൈവത്തിൻ്റെ മർമ്മമാണെങ്കിൽ ആ മർമ്മം മനസ്സിലാകണമെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടാവണം? പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പക്ഷം കേൾക്കുന്ന വ്യക്തിക്ക് അത് അന്യഭാഷയായിട്ട് മാറും. അവനൊന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ കേൾക്കുന്നവനും എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. ഇല്ലാത്ത പക്ഷം ദൈവത്തിന്റെ മർമ്മം പ്രസ്താവിക്കുമ്പോൾ കേൾക്കുന്നവന് അത് അന്യഭാഷ, അവനൊന്നും മനസ്സിലാകത്തില്ല. അവനെ പിന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കാരണം അവന് കാര്യം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവാത്തതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്നെ നമുക്കുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ആവശ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവർ നിത്യജീവൻ അവർ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കിത് പ്രസംഗിക്കാൻ കാരണം ഇവിടെ കിടക്കുന്ന വാക്യമാണ്. സ്വന്തം ജനമെന്ന യഹൂദജനം യേശുവിനെ എന്ത് ചെയ്തു? തള്ളിക്കളയുന്നു. ക്രൂശ് മരണത്തെ അവരെന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുനരുദ്ധാനത്തെ അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അന്നും ഇന്നും ഭൂരിഭാഗവും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. തെറ്റിയും തിരിഞ്ഞുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യഹൂദ ജനതയിൽ നിന്നും മെസ്സിയെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് വരുന്ന അല്പം ആൾക്കാർ ഇന്നുണ്ട്. സ്തോത്രം. അത് അന്ത്യകാലത്തിൽ അത് സംഭവിക്കുമെന്ന് വചനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ജാതികളിലേക്ക് എന്ത് ചെയ്തു? തിരിഞ്ഞത് കൊണ്ടാണ് ഞാനും നമ്മൾ ഓരോരുത്തരും ഈ ആത്മാവിന്റെ നിത്യരക്ഷ മെശിഹയിൽ ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്, വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 47-ാമത്തെ വാക്യത്തിൽ നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളവും ആത്മാവിന്റെ രക്ഷ ഏതൊരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ എന്ത് ചെയ്തേ പറ്റൂ? വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷ ആകേണ്ടുന്നതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു. ഹല്ലേലൂയ. യഹൂദനിൽ നിന്ന് പുറം ജാതികളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ടുള്ള സത്യവചനം, ആ വചനത്തിന്റെ വെളിപ്പാടുമായിട്ട് എന്ത് ചെയ്യുന്നു? തിരിയുമ്പോൾ ജാതികളായിരിക്കുന്നവർ എന്ത് ചെയ്തു? സന്തോഷിച്ചു. ഗ്ലോറി ടു ഗോഡ്. നമ്മളും ഇന്ന് സന്തോഷിക്കുന്നു. കാരണം ദൈവത്തിന്റെ രക്ഷാപദ്ധതി യഹൂദന് മാത്രമുള്ളതല്ല, പുറം ജാതിക്കാർക്കും ഉള്ളത് കൂടിയാണ്. ദൈവം യഹൂദന് മാത്രമുള്ള ദൈവമാണോ? ദൈവം ഏകനാണ്, അവൻ പുറം ജാതിക്ക് കൂടി ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? പുറം ജാതിയിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിയുന്നു. ആ തിരിഞ്ഞു വന്നതുകൊണ്ടാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ രക്ഷ എന്ത് ചെയ്യുന്നത്? അറിയുവാൻ, അനുഭവിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നു.
അവർ നിത്യജീവൻ അവരെ തന്നെ എന്ത് ചെയ്തു? അയോഗ്യരായി അവർ ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്തു? അവർ തള്ളിക്കളഞ്ഞു. മെശിഹയെ തള്ളിക്കളഞ്ഞു, വചനത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരെ ജാതിയിലേക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവന്നു. ഗ്ലോറി ടു ഗോഡ്. 48-ാമത്തെ വാക്യത്തിൽ ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവ വചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ ഇവിടെ വചനത്തെ വിശ്വസിച്ചത് ആരാണ്? നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ. ആ വാക്യം കണ്ടോ? ഇല്ലാത്തവർ വചനത്തിലെ വസ്തുതകളെ അന്വേഷിച്ച് അവരെന്ത് ചെയ്യും? അവർ പോകും. എന്നാൽ നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ വചനത്തിന്റെ വെളിപ്പാട് അവർക്ക് മനസ്സിലാവും. ആ വെളിപ്പാടിലൂടെയാണ് സത്യം എന്ത് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. ആ സത്യമാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നത്? തരുന്നത്. ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ജാതികളുടെ ഇടയിലേക്ക് എന്ത് ചെയ്തേ? ഇറങ്ങി വന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം ജീവനും മരണവും, ജീവവൃക്ഷവും അറിവിന്റെ വൃക്ഷവും രണ്ടും വച്ചിരുന്നു. മനുഷ്യൻ പിശാചിന്റെ പ്രേരണയാൽ തെരഞ്ഞെടുത്തതെന്നാണ് അറിവിന്റെ വൃക്ഷം. ഗ്ലോറി ടു ഗോഡ്. കാലം കഴിഞ്ഞതിന് ശേഷം അബ്രഹാം എന്ന ഒരു ഭക്തൻ നിമിത്തം ദൈവം വീണ്ടും ദൈവത്തിന്റെ സ്നേഹത്തെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുപ്പിന്റെ സ്നേഹത്തെ, രക്ഷയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? നിശ്ചയിക്കുന്നു. അങ്ങനെ തന്നിലൂടെ 12 ഗോത്രങ്ങൾ, നമ്മൾ കഴിഞ്ഞ മെസ്സേജുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. യഹൂദ ഗോത്രം, അതിൽ പെട്ടവർക്ക് മാത്രമായി ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. പുറം ജാതിക്കാർക്കൊന്നും ദൈവത്തെ അറിയുവാനോ അനുഭവിപ്പാനോ ആരാധന ക്രമങ്ങളോ യാഗങ്ങളെ കുറിച്ചോ മറ്റ് യാതൊരു കാര്യങ്ങളോ നിയമങ്ങളോ ചട്ടങ്ങളോ ഉപദേശങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, ലഭിച്ചിരുന്നില്ല. അവർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷവും അറിവിന്റെ വൃക്ഷവും എന്നതുപോലെ തന്നെ ന്യായപ്രമാണത്തിലും ഈ 2 കാര്യവും, ജീവനും മരണവും ഞാൻ നിനക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു, നിനക്ക് തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുപ്പിലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഏദൻ തോട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ തെറ്റി. ന്യായപ്രമാണം കൊടുക്കുമ്പോഴും മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാൻ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ശ്രമിക്കുന്നു. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നു. അപ്പോൾ ദൈവം എടുത്ത അടുത്ത പദ്ധതി എന്നാണ്, മനുഷ്യന് നിത്യജീവൻ കൊടുക്കണമെങ്കിൽ ഈ പ്രമാണത്തെ തൻ്റെ സ്വന്തം ശരീരത്തിൽ എന്ത് ചെയ്യണം? അനുസരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയും ന്യായപ്രമാണത്തിന്റെ നീതീകരണവും ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? സംഭവിക്കണം. അങ്ങനെ നമ്മുടെ ശിക്ഷാവിധി കർത്താവ് എന്ത് ചെയ്തു? ഏറ്റെടുത്തതാണ് ക്രൂശ് മരണം. പ്രമാണം അനുസരിക്കാത്തവൻ അതിനാൽ എന്ത് ചെയ്യും? മരിക്കും എന്നുള്ള ശിക്ഷാവിധി കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? നീതീകരണം പ്രാപിക്കും. ആ നീതീകരണത്താൽ അവൻ എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. ആ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? പൂർണ്ണമായി അനുസരിച്ചു. അനുസരിച്ചപ്പോൾ അവന്റെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി. ആ നിവൃത്തിയാണ് നമ്മുടെ നിത്യജീവൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ ലഭിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 19-ാം വാക്യം മുതൽ താഴേക്ക് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു. ഈ ന്യായപ്രമാണത്തിന് കീഴുള്ളവര് ആര് മാത്രമാണ്? ഇസ്രായേൽ മക്കൾ മാത്രമാണ്. ന്യായപ്രമാണം ദൈവം ആർക്കാണ് കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്കാണ് കൊടുത്തത്. അപ്പോൾ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പോൾ യഥാർത്ഥത്തിൽ യഹൂദജനവും പുറംജാതിക്കാരും ഒരുപോലെ ശിക്ഷാവിധിയിൽ എന്ത് ചെയ്തു? അകപ്പെട്ടവരാണ്. മനസ്സിലാക്കുക. യഹൂദജനവും പുറംജാതിക്കാരും ഒരുപോലെ നിത്യമായ നരകമെന്ന ശിക്ഷാവിധിയിലേക്ക് അകപ്പെട്ടവരാണ്. ഗ്ലോറി ടു ഗോഡ്. 20-ാമത്തെ വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ന്യായപ്രമാണത്താൽ, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ലോകത്തിൽ ജനിച്ച് ജീവിച്ച ഒരു ജഡവും ന്യായപ്രമാണത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അല്ലേ? പുറം ജാതിക്കാർക്ക് പ്രമാണം എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല.
പ്രമാണം ലഭിച്ചിട്ടുള്ളവരും ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ പൂർണ്ണമായി അനുസരിച്ചു എന്ന് നീതീകരണം പ്രാപിക്കാൻ ഒരു ജഡത്തിനും കഴിയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? അത് യഹൂദനായിരുന്നാലും പുറം ജാതിയിലുള്ളവരായിരുന്നാലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? പാപത്തിന്റെ പരിജ്ഞാനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. 21-ാമത്തെ വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. മറ്റൊന്നാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന പ്രമാണം മനുഷ്യൻ അനുസരിക്കുമ്പോൾ ആ അനുസരണത്തിലൂടെ സ്വന്തം നീതി സ്ഥാപിച്ചുകൊണ്ട് ആ നീതീകരണത്തിന്റെ നിത്യജീവൻ അവകാശമാക്കേണ്ടുന്നതിനാണ് യഹൂദൻ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. പക്ഷെ ഒരു ജഡത്തിനും അത് സാധ്യമല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും? ജാതികളിൽ നിന്നുള്ളവരായിരുന്നാലും പുറം ജാതിയായിരുന്നാലും യഹൂദനായിരുന്നാലും എന്ത് ചെയ്യുന്നില്ല? സർവ്വലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരണം പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ പ്രവർത്തിയാലുള്ള നീതീകരണത്തിനപ്പുറത്തേക്ക് വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പ്രവർത്തിയാലുള്ള നീതീകരണം ആര് തിരഞ്ഞെടുത്തു? യഹൂദജനം. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണം അവരെന്ത് ചെയ്തില്ല? യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള നീതീകരണം അവര് തിരഞ്ഞെടുത്തില്ല, അവരറിയുന്നില്ല. ആ നീതീകരണത്തിന് അവകാശികളായത് ആരാണ്? പുറം ജാതികളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ, വസ്തുതകളിൽ അല്ലെങ്കിൽ കർത്താവ് ജനിച്ചു ജീവിച്ചു കർത്താവ് ചെയ്തിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയുകയും ആവർത്തിച്ചത് പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യമല്ല. വെളിപ്പാടിന്റെ ആത്മാവിൽ ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ളതും ക്രിസ്തു എന്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളതും ക്രിസ്തു പുനരുദ്ധാനം ചെയ്തത് എന്തിനു വേണ്ടി എന്നുള്ളതും വചനത്തിലൂടെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു, അതാണ് സുവിശേഷം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യേശു ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശു പ്രസംഗിച്ച കാര്യങ്ങൾ എന്താണ്? എന്തിനു വേണ്ടി ഉപദേശങ്ങൾ കൊടുത്തു? കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ വെളിപ്പാടുണ്ടാകും. കർത്താവ് പുനരുദ്ധാനം ചെയ്തത്, അതിന്റെ മർമ്മം എന്ത് ചെയ്യണം? നമുക്ക് വെളിപ്പെടണം. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതിയായ ക്രിസ്തു ശിക്ഷാവിധി ഏറ്റുകൊണ്ട് ക്രൂശിൽ എന്ത് ചെയ്തു? മരിച്ചുവെന്നും നമുക്കുള്ള നിത്യജീവനം കൊണ്ട് 3-ാം ദിവസം അവൻ കർത്താവ് എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു എന്നുള്ള വെളിപ്പാടിന്റെ ആത്മാവിൽ നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കും വിശ്വാസ നീതീകരണം ലഭിച്ച് നമ്മൾ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? അവകാശികളായി തീരുന്നു. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ആത്മാവ് ദൈവസഭയിൽ സംസാരിക്കുന്ന കാര്യം ദൈവത്തിന്റെ മർമ്മങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് സംസാരിച്ചു എന്നാണ് വചനം പറയുന്നത്? അവർ ദൈവത്തിന്റെ മർമ്മം പ്രസ്താവിച്ചു. ദൈവത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ മർമ്മം പ്രസ്താവിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ഗ്രഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവില്ലാത്ത പക്ഷം കേൾക്കുന്ന വ്യക്തിക്ക് അത് അന്യഭാഷയായി മാറും. പറയുന്നത് മലയാളമാണെങ്കിലും കേൾക്കുന്ന വ്യക്തിക്ക് അത് അന്യഭാഷയായിട്ട് മാറും. കാര്യം അവനൊന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ. ഈ സംസാരിക്കുന്ന വചനങ്ങൾ രക്ഷിക്കപ്പെടാത്തവർക്ക് മനസ്സിലാകുമോ? ഇല്ല. പക്ഷെ യേശു സൗഖ്യമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവനത് മനസ്സിലാവും. അത് വിശ്വസിക്കണ്ടായോ? അത് വിശ്വസിക്കണം, അത് തെറ്റല്ല. പക്ഷേ ആ വിശ്വാസം അവന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് ഉതകുമോ? ഇല്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു വന്നത് എന്താണ്? 21-ാമത്തെ വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിന്റെ നീതി എന്തായിരുന്നു? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതായിരുന്നു നീതി. പക്ഷെ ആ നീതി പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്ന വീണ്ടും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞതുപോലെ രണ്ടാമത്തെ കാര്യം, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഈ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആരാ? യഹൂദജനവും പുറം ജാതി. ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഈ രണ്ടായിട്ടേ തിരിച്ചിട്ടുള്ളൂ. സ്വന്തം ജനമെന്ന യഹൂദജനവും ബാക്കി എല്ലാ ജനത്തെയും ഒരുമിച്ച് ചേർത്തെന്താ? പുറം ജാതി. അതുകൊണ്ടാണ് ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, യഹൂദനും പുറം ജാതിക്കാർക്കും, യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്ത് ലഭിക്കണം? നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിനുള്ള ദൈവനീതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്. പക്ഷെ ജനം എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ കാര്യമാണോ വിശ്വസിക്കുന്നത്?
ജനം വിശ്വസിക്കുന്നത് വസ്തുതകളിലാണ്. ഗ്ലോറി ടു ഗോഡ്. വെളിപ്പാടാണ് നമുക്ക് ആവശ്യം. കാരണം അവിടെയാണ് നിത്യജീവൻ എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതിയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ആ ദൈവനീതിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാപിക്കേണ്ടത്. അതെങ്ങനെ വന്നു എന്നാണ്, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പുറംജാതികളായിട്ടിരിക്കുന്നവർക്ക് ന്യായപ്രമാണം ദൈവം കൊടുത്തുവോ? ഈ പുറംജാതികളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിത്യജീവൻ എങ്ങനെ ലഭിക്കുന്നു? വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ. ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ രക്ഷ ജാതികളിലേക്ക് എന്ത് ചെയ്യുന്നു, വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പൗലോസും ബർന്നബാസും ഈ രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്തു? അവർ അത് കൈക്കൊണ്ടില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ ക്രൂശിക്കുമ്പോൾ ഉണ്ടായ അതേ വികാരം അവർക്ക് എന്ത് ചെയ്തു, ഉണ്ടായി, പല്ലുകടിച്ചു. ഹല്ലേലൂയ. അവരവരെ ആക്രമിക്കാൻ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. നിത്യജീവന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട പുറംജാതിയിലുള്ളവരിലേക്ക് ആത്മാവ് എന്ത് ചെയ്യുന്നു, വഴിത്തിരിഞ്ഞു വരികയാണ്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ടവർ അതെന്ത് ചെയ്തു, വിശ്വസിച്ചു. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 22 വാക്യം. അപ്പോൾ ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ നീതി എന്ത് ചെയ്തിരിക്കുന്നു, വിശ്വാസത്താൽ ലഭിക്കേണ്ടുന്നതിന് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. മറ്റൊന്നാണ്, പ്രവൃത്തിയാലാണ് അവരന്വേഷിച്ചത്. പ്രവൃത്തിയാലുള്ള നീതീകരണം. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രവൃത്തിയാലുള്ള നീതീകരണമാണോ? വിശ്വാസത്താലുള്ള നീതീകരണം. ഗ്ലോറി ടു ഗോഡ്. എന്ത് വിശ്വാസം? എന്റെ ശിക്ഷാവിധി അവന്റെ മേൽ ആയി, ആ ശിക്ഷാവിധി ക്രൂശിൽ എന്ത് ചെയ്തു, സംഭവിച്ചു എന്നുള്ള വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് വേണ്ടിയിട്ടുള്ള നീതീകരണം ഏകന്റെ അനുസരണത്താൽ. എന്തനുസരണത്താൽ? ന്യായപ്രമാണത്തെ അനുസരിച്ച അനുസരണത്താൽ എല്ലാവർക്കും നീതി വന്നിരിക്കുന്നു. എന്ത്? നിത്യജീവനിലേക്കുള്ള നീതി. ആ നീതിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇതാണ് ബലാത്കാരികൾ ദൈവരാജ്യം എന്ത് ചെയ്യും, ബലാത്കാരം ചെയ്യുമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രഹിക്കുന്നതിൽ നിങ്ങൾ ശിശുക്കളാകരുത് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. വെളിപ്പാടിന്റെ ആത്മാവിനാൽ നിത്യജീവൻ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ ദൈവരാജ്യം ബലാത്കാരം ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. ശരീരം ബലഹീനമാണ് പ്രമാണം അനുസരിക്കുന്നതിന്, പക്ഷെ ആത്മാവോ ഒരുക്കമുള്ളതാണ്. പരിശുദ്ധാത്മാവ് എന്താണ്? ഒരുക്കമുള്ള ആത്മാവാണ്. എന്തിനൊരുക്കമുള്ള ആത്മാവാണ്? ദൈവത്തിന്റെ പ്രമാണത്തെ നമ്മുടെ ഈ ബലഹീനമായ ശരീരത്തിൽ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കമുള്ളതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്തക്ഷരം കൊല്ലുന്നു? ന്യായപ്രമാണം ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ നിവർത്തിക്കാൻ ഒരു മനുഷ്യനൊന്നല്ല, സാധ്യമല്ല. ആത്മാവോ ജീവിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ എന്താണ് ഇരിക്കുന്നത്? നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. അക്ഷരമായി ദൈവാത്മാവില്ലാതെ ദൈവത്തിന്റെ വചനം, അറിവിന്റെ വൃക്ഷം മനുഷ്യനെ കൊന്നതുപോലെ തന്നെ എന്ത് ചെയ്യും, ജീവനിലേക്ക് കടക്കാൻ അവർ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവോ ജീവനിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകും. അപ്പോ നമുക്ക് എത്രത്തോളം പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ്? നിത്യജീവന് വേണ്ടി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഏകന്റെ അനുസരണക്കേടിനാൽ സകല മനുഷ്യരിലും പാപം കടന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ സകല മനുഷ്യർക്കും നീതീകരണവും വന്നു ക്രിസ്തുവിൽ. ഗ്ലോറി ടു ഗോഡ്. 5-ാമത്തെ അധ്യായം റോമർ 5:17-18 വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മറ്റത് മരണം കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മരണമാണ് മനുഷ്യനെ വാണുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വായിക്കുന്ന വാക്യം എന്താണ്? ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം മനുഷ്യന്റെ മേൽ വാണു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏകൻ ആരാണ്? ഏദൻ തോട്ടത്തിലെ ആദാം എന്ന ഏകൻ. ആ ഏകൻ നിമിത്തം പാപം നിമിത്തം മരണം സകല മനുഷ്യന്റെ മകളിലും മരണം വാണു. ഗ്ലോറി ടു ഗോഡ്. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപയും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തിന്റെ ദാനം. നീതി നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ദാനത്താൽ ലഭിച്ചതാണ്. യഹൂദജനം എന്ത് ദാനത്താലാണ് അവർക്ക് ലഭിക്കുന്നത്? അനുസരിച്ച് ശ്രമിച്ച് അതിലൂടെ നിത്യജീവൻ പ്രാപിക്കാനാണ് അവൻ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അത് അവന് ദാനമാണോ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. നമുക്കോ ദൈവം അതെന്തായിട്ട് തന്നു? ദാനമായിട്ട് തന്നു. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവം എങ്ങനെ തന്നു? ദാനമായിട്ട് തന്നു. നീതീകരണം നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ദാനം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം
മെസ്സിഹയുടെ ദാനം അവൻ നിരസിച്ചു. ക്രിസ്തുവിന്റെ ദാനം നിരസിച്ചു. ന്യായപ്രമാണം സ്വന്തം ശക്തിയാൽ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ അവൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുമ്പോൾ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ചെയ്ത കാര്യം എന്ത് ചെയ്തു? വെളിപ്പാടിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തുന്നത് വെളിപ്പാടിന്റെ ആത്മാവിൽ വിശ്വസിക്കണം. വസ്തുതകളിലെ വിശ്വാസമല്ല ഈ പറയുന്നു. Glory to God. Hallelujah. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ഈ നീതീകരണത്തെ ദൈവം നമുക്ക് അളവ് കൂട്ടി എന്ത് ചെയ്യും? തരും. സമൃദ്ധി, നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവരാണ് യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി നിത്യജീവനിൽ വാഴും. മറ്റത് മരണം അവൻ എന്ത് ചെയ്തു? വാണു. പക്ഷെ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവൻ മരണത്തിന്റെ മുകളിൽ ജീവനിൽ എന്ത് ചെയ്തു? വാഴാൻ തുടങ്ങി. ഗ്ലോറി ടു ഗോഡ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന നിത്യജീവന്റെ സമൃദ്ധിയാണ് ഈ പറയുന്നത്. വിശ്വാസത്താൽ ലഭിക്കുന്ന രോഗസൗഖ്യം ബാക്കി പറയുന്ന കാര്യങ്ങളല്ല. അത് നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആവശ്യമാണോ? ആവശ്യമാണ്. അത് സംഭവിക്കുമോ? സംഭവിക്കും. കാരണം കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലകളിൽ സൗഖ്യമാക്കിയെങ്കിൽ അവൻ ഇന്നും സൗഖ്യമാക്കും. വചനം അത് പറയുന്നു. അവൻ നാളെയും സൗഖ്യമാക്കും. കാരണം എന്താണ്? ജീവിക്കുന്ന ദൈവം ഇന്നലെയും ഇന്നും എന്നുമെന്നും അവൻ അനന്യനാണ്. അനന്യനായ ദൈവം അന്ന് ചെയ്ത കാര്യം ഇന്നും ചെയ്യാൻ കഴിയും. പക്ഷേ രോഗസൗഖ്യം ലഭിക്കുന്നത് കൊണ്ട് നിത്യജീവനിൽ പോകത്തില്ല. അപ്പോൾ ഈ നീതീകരണത്തിന്റെ സമൃദ്ധി എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് ചെയ്യണം? തരണം. അത് ദൈവം നമുക്ക് കൃപയാലാണ് തരുന്നത്. ആ സമൃദ്ധി ലഭിക്കുന്നവർ നിത്യജീവനാൽ അവനിലുള്ള മരണത്തിന്റെ മകളിൽ അവൻ എന്ത് ചെയ്യും? വാഴും. ഗ്ലോറി ടു ഗോഡ്. 18-ാമത്തെ വാക്യം. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ആദാമിൽ ശിക്ഷാവിധി വന്നെങ്കിൽ യേശുവിൽ ശിക്ഷാവിധി നീങ്ങി നീതീകരണം എന്ത് ചെയ്തു? വന്നു. ഗ്ലോറി ടു ഗോഡ്. ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ, എന്ത് ജീവകാരണമായ? നിത്യജീവന് കാരണമായ നീതീകരണം ക്രിസ്തുവിൽ വന്നു. അതാണ് നമ്മൾ കാണേണ്ടത്. മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തത്തിലെ ഘടകങ്ങൾ, ഒരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, രോഗാണുക്കൾ, അതെല്ലാം സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പ്രകൃതി തരുന്ന കാര്യം, മണ്ണിൻ്റെ ഘടനകൾ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. കടലിൻ്റെ ഘടനകൾ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. മൂലകങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? സൂക്ഷ്മമായി പഠിക്കുന്നു. എല്ലാം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പക്ഷെ ഒരു കാര്യം സൂക്ഷ്മമായിട്ട് പഠിക്കാൻ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. എന്താണെന്നറിയോ? അവൻ്റെ ആത്മാവിൻ്റെ നിത്യജീവൻ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ അവൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അത് സൂക്ഷ്മമായിട്ട് പഠിക്കണമെങ്കിൽ ലോകത്തിൽ ആരായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ വരണം. യേശുവിൽ നിന്നും മാത്രമേ ആത്മാവിൻ്റെ സൂക്ഷ്മമായ പഠനം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഇതെല്ലാം എഴുതപ്പെട്ട എല്ലാവരെയും കയ്യിലെത്തിയിട്ടുണ്ട്, ലഭിക്കപ്പെട്ടതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ലഭിക്കാതെ, പ്രസംഗിക്കുന്നവനോ കേൾക്കുന്നവനോ ആത്മപകർച്ച ലഭിക്കാതെ എഴുതപ്പെട്ട വചനത്തിൻ്റെ സത്യ വെളിപ്പാട് എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. വചനത്തിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. വെളിപ്പാടിൻ്റെ ആത്മാവ് ദൈവസഭയ്ക്ക് ലഭിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചതിൻ്റെ കാരണം അതാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് ദൈവസഭയ്ക്കുണ്ടാകണം. എഫെസോസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. ഗ്ലോറി ടു. ഇല്ലാത്ത പക്ഷം ജനം ഇതെന്ത് ചെയ്യത്തില്ല? ഇത് മനസ്സിലാക്കത്തില്ല. വസ്തുതകളിലെ വിശ്വാസത്തോടെ കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പിറകിലോട്ടുള്ള യാത്രയാകും അവരുടെ യാത്ര. ഗ്ലോറി ടു ഗോഡ്. നമ്മളോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അവർ നിത്യമായ നാശത്തിലേക്ക് പോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങൾ ദൈവം നമുക്ക് ധാരാളമായിട്ട് പകർന്നു നൽകട്ടെ. ശ്രേഷ്ഠമേറിയ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. അപ്പോൾ നേരത്തെ വായിച്ചു വന്നതിൽ തൊട്ടാണ് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 17ഉം 18ഉം വാക്യം വായിച്ചത്. വീണ്ടും നമുക്ക് മടങ്ങി വരാം. 4-ാമത്തെ അധ്യായം, റോമർ 4:22 വാക്യം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. എന്താണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നത്? യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ആത്മാവിൻ്റെ നീതീകരണം, ഹല്ലേലൂയ, വെളിപ്പെട്ട് വരുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആരിലൂടെ സാക്ഷ്യപ്പെടുത്തി? ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ എന്ത് ചെയ്തിട്ടുണ്ട്?
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതിന്റെ 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. പ്രമാണം ലഭിച്ചവൻ ഇസ്രായേൽ മക്കളാണ്. പ്രമാണം ലഭിച്ചവനും ലഭിക്കാത്തവരും ഒരുപോലെ എന്ത് ചെയ്തു? അനുസരണക്കേടിലൂടെ ദൈവ തേജസ് എന്ത് ചെയ്തു? ഇല്ലാത്തവരായി തീർന്നു. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പിതാവായ ദൈവത്തിന്റെ കൃപയാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? നീതീകരണം. ആ നീതീകരണം നമുക്ക് എങ്ങനെ ലഭിച്ചു? സൗജന്യമായി. നമ്മൾ ആ നീതീകരണത്തെ നമ്മൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. യഹൂദൻ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവരെന്ത് ചെയ്തില്ല? ഉൾക്കൊണ്ടില്ല. എന്നാൽ വചനം ആരുൾക്കൊണ്ടു? പുറംജാതി. പരിശുദ്ധാത്മാവ് ആരുൾക്കൊണ്ടു? പുറംജാതി. എന്തിനു വേണ്ടി ഉൾക്കൊണ്ടു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ന്യായപ്രമാണത്തിന്റെ നീതിയായ നിത്യജീവനാണ് പരിശുദ്ധാത്മാവിലിരിക്കുന്നത്. ആ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിനാണ് യേശുക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടിയതും. ഈ പരിശുദ്ധാത്മാവ്, ന്യായപ്രമാണത്തിന്റെ നീതിയായ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കേണ്ടിയത്. അതാണ് നമുക്ക് നമ്മുടെ ആത്മാവിന് എന്ത് തരുന്നത്? നിത്യജീവൻ ആണ്. 24-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞത്. അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രമാണം ലഭിച്ചവർക്ക് സൗജന്യമായാണോ നീതീകരണം ലഭിക്കുന്നത്? അതനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ലഭിക്കും? നീതീകരണം ലഭിക്കും. ആ നീതീകരണം ലഭിച്ചവൻ എന്ത് ലഭിക്കും? നിത്യജീവൻ ലഭിക്കും. പക്ഷെ നമുക്ക് ലഭിച്ചതോ? വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ വിശ്വാസത്താൽ രോഗസൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ നീതീകരണം കിട്ടുമോ? അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചാൽ നീതീകരണം കിട്ടുമോ? ഇല്ല. നീതീകരണം ലഭിക്കേണ്ടുന്നതിന് വിശ്വസിക്കണം. എന്ത് നീതീകരണം? ന്യായപ്രമാണം അനുസരിച്ചാൽ ലഭിക്കുന്ന നീതീകരണമായ നിത്യജീവൻ എനിക്ക് ലഭിക്കേണ്ടുന്നതിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ശിക്ഷാവിധിയായ ന്യായപ്രമാണം അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ശിക്ഷാവിധി എന്താണ്? മരണം, നരകം. ആ മരണം എന്ന ശിക്ഷാവിധി ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അത് ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് കഴമ്പുള്ള വിശ്വാസം. രണ്ടാമത് നീതി. ന്യായപ്രമാണത്തിന്റെ നീതി യേശുക്രിസ്തുവിൽ ഞാൻ എന്ത് ചെയ്തു? കണ്ടു. കാരണം പ്രമാണം മുഴുവനും നിവർത്തിച്ച ഒരു ശരീരം, അതാണ് ക്രിസ്തു. ക്രിസ്തുവിലൂടെ നീതീകരണം ലഭിക്കുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കുന്നു? നിത്യജീവൻ അവകാശമാകും. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിലൂടെയുള്ള നിത്യജീവൻ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിങ്കിലെ എന്ത് ചെയ്യാൻ? വിശ്വസിക്കേണ്ടി. പരിശുദ്ധാത്മാവും ദൈവവചനവും അതിന് നമ്മെ എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാവാം ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം, യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടത്. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. എന്തു പ്രായശ്ചിത്തമാകുവാൻ? പ്രമാണം അനുസരിക്കാൻ കഴിയാത്തത് നിമിത്തമുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കേണ്ടുന്നതിനുള്ള പ്രായശ്ചിത്ത രക്തമാണ് യേശുവിന്റെ ക്രൂശിൽ എന്ത് ചെയ്തത്? കാണുന്നത്. ആ പ്രായശ്ചിത്ത ആകുവാൻ തക്കവണ്ണം ദൈവം അവനെ എന്ത് ചെയ്യുന്നു? പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ യഹൂദന് മാത്രമാണോ അവിടെ ദൈവം നിർത്തിയിരിക്കുന്നത്? പുറം ജാതിക്കാർക്കും കൂടെയാണ് ദൈവം പരസ്യമായി നിർത്തി. ഗ്ലോറി ടു ഗോഡ്. യേശു ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, വസ്തുതകൾ പറയാനും പ്രസംഗിക്കാനും എളുപ്പമാണ്. പക്ഷെ ക്രൂശിൽ സംഭവിച്ചെന്താണെന്ന് പറയണമെങ്കിൽ വെളിപ്പാടിന്റെ ആത്മാവ് വേണം. പുനരുദ്ധാനത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തണമെങ്കിൽ വെളിപ്പാടിന്റെ ആത്മാവ് വേണം. ഗ്ലോറി ടു ഗോഡ്. അത് കേൾക്കുവാനുള്ള ചെവിയും വേണം. ഗ്ലോറി ടു ഗോഡ്. അതില്ലാത്ത പക്ഷം നിത്യജീവൻ അവകാശമാക്കുവാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. പ്രമാണത്തിന് വ്യത്യാസമില്ല. അതാണ് പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ടാം മരണത്തിൽ അവന് ദോഷം വരികയില്ല. ദൈവാത്മാവ് സംസാരിക്കുന്നത് ആത്മാവുള്ളവൻ കേൾക്കുമ്പോൾ രണ്ടാം മരണം, നിത്യ നരകത്തിൽ അവന് ദോഷം വരാതെ വണ്ണം അവൻ നിത്യജീവനിൽ കടക്കും. അതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്ര അഭിഷേകം, എത്ര വെളിപ്പാട് ഒരു മനുഷ്യനുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. പിശാചിന്റെ കെണി എത്ര ശക്തമാണ്, അവന്റെ പിടി അത്ര വലുതാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഒരു വ്യക്തിയിൽ ക്രിസ്തുവിനെ ഉരുവാക്കേണ്ടുന്നെന്ന് പ്രസവവേദന അനുഭവിക്കുന്നു എന്ന് പറയും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവന്റെ സഭയ്ക്ക് വേണ്ടി അവന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് വചനം പറയും, തന്റെ ജീവിതാനുഭവത്തിലൂടെ. കാരണം ഒരു വ്യക്തിയെ നിത്യജീവനിലേക്ക് വലിച്ചെടുക്കുവാൻ അത്രയും ദൈവകൃപയും ദൈവത്തിന്റെ ആത്മാഭിഷേകവും
ശുശ്രൂഷിക്കുന്നവർക്കുണ്ടാകണം. ആദിമ നൂറ്റാണ്ടിൽ ശുശ്രൂഷിച്ച അപ്പോസ്തലന്മാരെ പോലെ ഈ അന്ത്യനാളുകളിലും ദൈവത്തിൻ്റെ ആത്മപകർച്ചയിലുള്ള ശുശ്രൂഷക്കാർ വെളിപ്പെടാതെ പക്ഷം ജനം അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് പോകും. അവർ നിത്യമായ അന്ധതയിലേക്ക് അവർ പോകും. അവരെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ ഈ നാളുകളിൽ കർത്താവ് കൊണ്ടുവരണം. അന്ത്യനാളുകളിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ എതിർ ക്രിസ്തുവിന്റെ ചാക്കിനകത്താണ് ജനം കെട്ടിവെച്ചിരിക്കുകയാണ്. അതിനെ ആരഴിച്ചുവിടും? ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ വചനം അവർ ശ്രവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഉണ്ടോ? എന്തോ ഒരു ദൈവത്തിന്റെ സ്നേഹമാണത്. ദൈവം തന്റെ പൊറുമയിൽ നമ്മുടെ ജീവിതത്തിൽ യഹൂദ ജനത ആകട്ടെ, ഇസ്രായേൽ മക്കളാകട്ടെ, നമ്മളാകട്ടെ, പുറംജാതിയാകട്ടെ, തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. എവിടെയാണ് ശിക്ഷിക്കാതെ വിട്ടത്? ക്രൂശിൽ. നമ്മെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. പ്രമാണം ലഭിച്ച മനുഷ്യൻ അവന്റെ നീതിയെ വെളിപ്പെടുത്താൻ അവൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അവൻ അതിൽ പരാജയപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ നീതി എന്ത് ചെയ്യുന്നു? ദൈവം വെളിപ്പെടുത്തുന്നു. ആ ദൈവം വെളിപ്പെടുത്തുന്ന നീതിയിൽ എന്താ സംഭവിക്കുന്നത്? തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ മനുഷ്യന്റെ, യഹൂദനായാലും യവനനായാലും പുറംജാതിയായാലും ആരായാലും സകല ജനത്തിന്റെയും പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ദൈവത്തിന്റെ നീതി പ്രദർശിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സകല മനുഷ്യന്റെയും പാപത്തെ ക്രൂശിൽ എന്ത് ചെയ്തു? വഹിച്ചു. അതാണ് ദൈവത്തിന്റെ നീതി. ക്രൂശിൽ ദൈവം എന്ത് ചെയ്തത്? പ്രദർശിപ്പിച്ചത്. പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടുന്നതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ നീതി ദൈവം എന്ത് ചെയ്തു? പ്രദർശിപ്പിക്കുവാനാണ് ക്രൂശിൽ ആ കാര്യം എന്ത് ചെയ്തത്. ആ നീതീകരണത്തിൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നിത്യജീവൻ. ഹല്ലേലൂയ. 27-ാമത്തെ വാക്യത്തിൽ ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുള്ള പ്രശംസിക്കാൻ അവർ വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? പ്രമാണം. പ്രമാണം അനുസരിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നതാണ് പ്രശംസ എവിടെ? മനുഷ്യന് പ്രശംസിക്കാൻ കഴിയത്തില്ല. കാരണം പ്രശംസിക്കണമെങ്കിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? വരണം. പക്ഷേ ദൈവത്തിന്റെ നീതി ക്രൂശിൽ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. അത് അനുസരിക്കാത്തവനുള്ള ശിക്ഷാവിധിയും പ്രമാണം ലഭിക്കാത്ത പുറംജാതിക്കാർക്കുള്ള പാപങ്ങളുടെ ശിക്ഷാവിധിയും ക്രൂശിൽ എന്ത് ചെയ്തു? വഹിച്ചു. അങ്ങനെ ദൈവത്തിന്റെ നീതി എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നതാണ് ക്രൂശിൽ സംഭവിച്ചത്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് അവിടെ പൗലോസ് ചോദിക്കുകയാണ്, ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ. അത്ര കർമ്മമാർഗത്താലോ എന്ന് ചോദിക്കുന്നത് എന്താണ്? പ്രമാണം അനുസരിക്കുന്നത് കർമ്മമാർഗമാണ്. ആ കർമ്മമാർഗത്താൽ പ്രശംസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ഇതനുസരിച്ചിട്ട് പ്രശംസയോടുകൂടി വരണം. സാധ്യമാണോ? പുറംജാതികൾക്ക് പ്രമാണം എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. എന്നിട്ടേ ഇതിനകത്ത് എല്ലാ കാര്യവും മനസ്സിലായതുപോലെയാണ് ആൾക്കാർ എന്ത് ചെയ്യണം? നടക്കണം. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിലെ പ്രമാണം എന്താണെന്നോ പുതിയ നിയമ പ്രമാണം എന്താണെന്നോ പലപ്പോഴും വിശ്വാസ സമൂഹത്തിലുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. ഇവർക്ക് പിന്നെ എന്തറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരം എന്ത് ചെയ്യും? ഉണ്ടാവും. അത് തെറ്റാണോ? തെറ്റല്ല. പക്ഷെ അതുകൊണ്ട് നിത്യജീവനിൽ കടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കയ്യിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി തരണം. അതിന് ദൈവസന്നിധിയിൽ ആത്മാവിൽ ധ്യാനിക്കണം. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കണം. വചനത്തോട് ആത്മാവിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതാണ് പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ആത്മാവിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ. ഈ മൂന്ന് കാര്യങ്ങൾ. നമ്മുടെ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ആ ഉടമ്പടികളിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഗ്ലോറി ടു ഗോഡ്. അതിലൂടെ നമ്മൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രാപിക്കുക. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് പ്രശംസ
പ്രശംസ എവിടെ? അത് പോയി. എപ്പോൾ? എങ്ങനെ പോയി? ക്രൂശിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തിയപ്പോൾ ആ പ്രശംസ എന്ത് ചെയ്തു? പോയി. ഏത് മാർഗത്തിൽ? കർമ്മമാർഗത്തിലോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. ഗ്ലോറി ടു ഗോഡ്. അപ്പോ യഹൂദ ജനതയ്ക്ക് മകളിൽ പുറം ജാതിക്കാർ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവരെ ഓവർടേക്ക് ചെയ്തു. എന്തിനു വേണ്ടി ഓവർടേക്ക് ചെയ്തു? നിത്യജീവൻ അവകാശമാകേണ്ടുന്നതിന് വേണ്ടി പുറം ജാതിക്കാർ യഹൂദനെ ഓവർടേക്ക് ചെയ്തു. മനസ്സിലായോ? ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? അവർ തള്ളിക്കളഞ്ഞുവെങ്കിലും വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാവാണ്. ഇല്ലാത്ത പക്ഷം പുറം ജാതിക്കാർ ഈ പറഞ്ഞ പോലെ ഭൗമികമായ അനുഗ്രഹം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നടക്കും. പുറം ജാതിക്കാർക്ക് വചനത്തിന്റെ വെളിപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ എന്ത് ചെയ്യണം? വെളിപ്പെടണം. അന്നേരമേ പുറം ജാതിക്കാർക്ക് നിത്യജീവൻ ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂ? അവകാശമാക്കാൻ പറ്റും. ഇല്ലാത്ത പക്ഷം ഞാനൊരു ആശയമായിട്ട് പറയാം, ചന്തയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് പോകും പോലെ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യാം? നിത്യജീവനുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആൾക്കാരുടെ ലാഘവമായ രീതിയും അത് തന്നെയാണ്. ചന്തയിലൊരു മനുഷ്യൻ എന്തിനു പോകുന്നു? ആ ലാഘവത്തെ തന്നെയാണ് ദൈവസഭയിലും ജനം എന്ത് ചെയ്യുന്നത്. അവിടെ ചന്തയിൽ പോകുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ലെങ്കിൽ അവൻ അവിടെ നിൽക്കുമോ? ഇല്ല. ദൈവസഭയിലും അവൻ വരുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ ഇല്ലെങ്കിൽ അവൻ അവിടെ നിൽക്കുമോ? ഇല്ല. പക്ഷെ നിത്യജീവൻ കേൾക്കേണ്ടുന്നതിനാണ് ദൈവജനം ദൈവസഭയിൽ വരേണ്ടി. അവിടെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നിത്യജീവൻ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിക്കുന്ന എന്താണ്? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. കണ്ടോ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ഈ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ ലഭിക്കേണ്ടുന്നതിന് ദൈവത്തിന്റെ ആത്മാവിലൂടെ സൂക്ഷ്മമായി ദൈവവചനത്തിലൂടെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ ലേഖന ഭാഗത്തിൽ വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരമുള്ള കാര്യങ്ങളാണ് ലേഖന ഭാഗത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്ത പരസ്യമായ ശുശ്രൂഷ 33.5 വർഷക്കാലം ജീവിക്കുമ്പോൾ ആ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയാണ് സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലേഖന ഭാഗത്തിൽ വരുമ്പോൾ പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരമുള്ള വെളിപ്പാടിന്റെ കാര്യങ്ങളാണ് ലേഖന ഭാഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷ ഭാഗങ്ങൾ വിശ്വസിപ്പാൻ ജനത്തിന് ഇഷ്ടമാണ്. പക്ഷെ ലേഖന ഭാഗത്തിൽ വരാതെ നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കാൻ സാധ്യമല്ല. ലേഖന ഭാഗത്തിൽ നമ്മൾ വരണമെങ്കിൽ വ്യാഖ്യാനത്തിന്റെ ആത്മാവ് നമുക്ക് വേണം. വ്യാഖ്യാനിച്ചു തരാൻ ദൈവാത്മാവ് വേണം. വെളിപ്പെടുത്തി തരുവാൻ വെളിപ്പാടിന്റെ ആത്മാവ് നമുക്ക് വേണം. ജ്ഞാനത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് എന്ത് ചെയ്യണം? തരണം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം തരുന്ന വചനങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വലയിറക്കണം, വല വീശണം. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അവന്റെ ആത്മാവിന്റെ നിത്യജീവന് വേണ്ടി അവനെ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ആ വചനത്താൽ നമ്മൾ എന്ത് ചെയ്യണം? നിറയപ്പെടണം. യേശു സൗഖ്യമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ദൈവസന്നിധിയിൽ വരാൻ കഴിയും. കർത്താവിലൂടെ മാത്രമാണ് നിത്യജീവൻ പിതാവാൻ ദൈവം വച്ചിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയാൽ എത്രത്തോളം പേർ ദൈവസഭയിൽ വരും? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ മഹത്വം നമ്മൾ അറിയണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി നീതീകരിക്കപ്പെടുന്നു? നിത്യജീവൻ അവകാശമാകേണ്ടുന്നതിന് നീതീകരിക്കപ്പെടുന്നു. അവനെ കർത്താവെന്ന് വായ് കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റു പറയും. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതീകരണവും രക്ഷയ്ക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുവിൻ? വിശ്വസിപ്പിൻ. അതിലൂടെ നമുക്ക് നിത്യജീവൻ അവകാശമാക്കാനായിട്ട് കഴിയും. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് പൗലോസോടെ ചോദിക്കുന്നത് എന്താണ്? 29-ാമത്തെ വാക്യം. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ഹല്ലേലൂയ. പൗലോസ് യഹൂദനാണ്. യഹൂദ ജനതയോടും പുറം ജാതിക്കാരോടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിത്യജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതീകരണം പറഞ്ഞിട്ട് ഇവിടെ പറയണം, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. യഹൂദനായാലും പുറം ജാതിയായാലും ഏകനായ ഒരു ദൈവം. ഗ്ലോറി ടു ഗോഡ്. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കും. ഇവിടെ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കും. ഈ നീതീകരണം യഹൂദനും ദൈവം വച്ചിട്ടുണ്ട്,
പുറം ജാതിക്കാർക്കും വച്ചിട്ടുണ്ട്. ഇവിടെ പരിച്ഛേദനക്കാരെന്നും അഗ്രചർമ്മികളെന്നും ഇവിടെ പറയുന്ന പരിച്ഛേദനക്കാരാരാണ്? പരിച്ഛേദന ചെയ്യുന്നത് ആരാണ്? യഹൂദജനം. പരിച്ഛേദന ചെയ്യാത്തവർ അഗ്രചർമ്മികൾ ആരാണ്? പുറം ജാതികൾ. അപ്പോൾ ഇവിടെ പറയുന്നു, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പൊ യഹൂദനായാലും പുറം ജാതിയായിരുന്നാലും നീതീകരണം പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേ പറ്റൂ. ആമേൻ. പരിച്ഛേദന ഏറ്റവനും എന്ത് ചെയ്തേ പറ്റൂ? വിശ്വസിച്ചേ പറ്റൂ. ഇല്ലാതെ നീതീകരണം എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. അവൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിങ്കൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അഗ്രചർമ്മികളായിട്ടുള്ള പുറം ജാതിക്കാരായിട്ടുള്ളവർ എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളല്ല, അതെല്ലാം ഒരു ദിവസം എന്ത് ചെയ്യും? ഇട്ടിട്ട് പോകും. പക്ഷേ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണം ആ മനുഷ്യനെ നിത്യജീവനിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. ആ നീതീകരണം ലഭിക്കേണ്ടുന്നതിന് ആണ് നമ്മൾ യേശുവിൽ എന്ത് ചെയ്യാൻ? വിശ്വസിക്കേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ പൗലോസ് പറയുന്നതാണ്, ഗ്ലോറി ടു ഗോഡ്, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രധർമ്മികളെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. കാരണം ദൈവം ഏകനല്ലോ. അവൻ്റെ രക്ഷാപദ്ധതി ക്രൂസിൽ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അത് യഹൂദനും പുറംജാതിക്കാർക്കും ഒരുപോലെ വിശ്വാസത്താൽ എന്ത് ചെയ്യാം? അവകാശമാക്കാം. കർത്താവ് വന്നിട്ട് ഇന്ന് 2000 വർഷത്തിന് മുകളിൽ എന്ത് ചെയ്തു ആയിട്ടും യഹൂദജനം ഇന്നും വിശ്വാസത്താലുള്ള നീതീകരണം എന്ത് ചെയ്തില്ല? പ്രാപിച്ചിട്ടില്ല. അവർക്ക് ഇന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ മഹാകരുണ ദൈവം നമ്മുടെ മേൽ പകർന്നതുകൊണ്ട് ഈ ആംഗിളിൽ കർത്താവിനെ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കേവലം നശിച്ചു പോകുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാടിൻ്റെ ആത്മാവിൽ ദൈവം എഴുതപ്പെട്ട വചനങ്ങളെ ആഴമായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് അന്വേഷിച്ച് പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കുവാൻ താല്പര്യപ്പെടുന്ന പുറം ജാതിക്കാരായിട്ടുള്ളവരെ ദൈവം എന്ത് ചെയ്തു? നീതീകരിച്ചിരിക്കുന്നു. അതാണ് അവിടെ വായിക്കുന്നത്. വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും ദൈവം എന്ത് ചെയ്തു? നീതീകരിക്കും. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു. പൗലോസ് അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കണം. അതായത് വിശ്വാസത്താൽ നീതീകരണം കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ ന്യായപ്രമാണം വേണ്ടേ? അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദുർബലമാക്കുകയാണ്. അതിലെ നിയമങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണങ്ങളും എന്നിത്യാദിയുള്ള കാര്യങ്ങൾ നമ്മൾ ദുർബലമാക്കുകയാണോ? പൗലോസ് ചോദിക്കുകയാണ്, ദുർബലമാക്കുകയാണോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്രയേ ചെയ്യുന്നത്? സ്തോത്രം. നാം ന്യായപ്രമാണത്തെ എവിടെ ഉറപ്പിക്കുന്നു? ക്രിസ്തുവിൽ. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആരിൽ കണ്ടു? ക്രിസ്തുവിൽ. നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി ആയ നിത്യജീവൻ അവകാശമാക്കുന്നത്. അവർ ക്രിസ്തുവിനെ കൂടാതെ നിത്യജീവൻ അവകാശമാക്കാൻ ശ്രമിക്കുമ്പോൾ ന്യായപ്രമാണത്തെ പൂർണ്ണമായി നിവർത്തിച്ച ക്രിസ്തുയേശുവിങ്കലെ വിശ്വാസത്താൽ നമ്മൾ നീതീകരണത്തിലൂടെ നിത്യജീവൻ അവകാശം ആക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തെ നമ്മൾ ദുർബലമാക്കുകയാണോ? അല്ല, നമ്മൾ ഉറപ്പിക്കുന്നു. ആരിൽ? ക്രിസ്തുവിൽ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷം അതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ആഴ്ചയിൽ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നിത്യജീവൻ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ വചനങ്ങൾക്ക് അവർ അവരുടെ ചെവികളെ കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ, നമ്മുടെ ചെവികളെ തുറക്കട്ടെ. നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ സ്തുതി സ്തോത്രങ്ങളും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.